ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോസൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്, അതുപോലെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് തടി, ഇപ്പോൾ ആദ്യം ഞാൻ തടി കുറയ്ക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ ഞാൻ പറയാം, എനിക്ക് ഏകദേശം എൻ്റെ ഹൈറ്റിനൊത്ത വെയിറ്റാണ് ഉള്ളത്. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ കഴിവതും എൻ്റെ വെയിറ്റ് കൂടുമ്പോൾ ഞാനത് കുറയ്ക്കുവാനും തീരെ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നോർമലി നിർത്താനും ശ്രമിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കും ഒരു നിശ്ചിത വെയിറ്റ്, ഇപ്പം നമുക്ക് വേണ്ടുന്ന വെയിറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി, ഇപ്പം ഒരു 50 കിലോ വേണ്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു 55 കിലോ അല്ലെങ്കിൽ 53 കിലോയൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും അവർക്കൊരു ഭംഗി കാണും. അതൊരു 50 കിലോയിലേക്ക് പോകുമ്പോൾ അതിനൊരു അഭംഗി വരികയും ഒക്കെ ചെയ്യാറുണ്ട്. വെയിറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അഭംഗിയുണ്ട്. അപ്പോൾ അതും കൂടി നോക്കി നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. ചിലർക്ക് വണ്ണം ഉള്ളതായിരിക്കും ഭംഗി, ചിലർക്ക് വണ്ണം ഇല്ലാത്തതായിരിക്കും ഭംഗി. അത് നിങ്ങളുടെ ശരീരഭാഷയും നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നിങ്ങൾ വേണം ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പം ആദ്യം അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത് തടി കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആയുർവേദ മരുന്നുകളെക്കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് പല പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് തടി കൂടുന്ന ഒരു പ്രവണതയുള്ളത്. തടി കൂടുന്നവർക്ക് ഹൃദയ പ്രശ്നങ്ങളടക്കം പല രോഗങ്ങൾക്കും സാധ്യത കൂടുതലാണ്. പലപ്പോഴും അമിത ഭക്ഷണമാണ് തടി കൂടുവാനുള്ള പ്രധാന കാരണമാകുന്നത്. ആവശ്യത്തിനേക്കാൾ ഊർജം ആഹാര വസ്തുക്കൾ ശരീരത്തിലെത്തുമ്പോൾ ശരീരം അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇൻസുലിൻ ഊർജത്തെ കൊഴുപ്പാക്കി ശരീരത്തിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ലഭ്യമാകാത്ത സന്ദർഭങ്ങളിൽ ശരീരത്തിൽ ലഭ്യമാക്കുവാൻ വേണ്ടിയാണ് ഈ കൊഴുപ്പ് സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ പലപ്പോഴും അത് നമുക്ക് തടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ആയുർവേദത്തിൽ തടി കുറയ്ക്കുവാനായിട്ട് പല ഒറ്റമൂലി പ്രയോഗങ്ങളും ഉണ്ട്. അതിൽ ചിലതാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മുതിര, ഓട്സ്, ബീൻസ്, ഇലക്കറികൾ, ക്യാരറ്റ് തുടങ്ങിയ ഭക്ഷണമാണ് നാരുകൾ കൊണ്ട് സമൃദ്ധമായത്. അപ്പോൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് ജീരകം. ചില പ്രത്യേക സ്പൈസുകളിൽ നാരുകളുണ്ട്. ഉലുവ, പെരിഞ്ജീരകം, ജീരകം എന്നിവ നാരുകൾ അടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളാണ്. ഇവ ഭക്ഷണത്തിൽ ചേർത്തോ അല്ലാതെയോ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവ പൊടിച്ചത് ഭക്ഷണശേഷം കഴിക്കാം. ഉലുവയിട്ട വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. ദിവസവും 3 നേരം ഭക്ഷണശേഷം പെരിഞ്ജീരകം ചവച്ചരച്ച് കഴിക്കുന്നത് വണ്ണം കുറയാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ കറുവാപ്പട്ട പൊടിച്ചത് തേനിൽ ചാലിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും, അതല്ലെന്നുണ്ടെങ്കിൽ കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കറുവാപ്പട്ടയുടെ പൊടിയും തേനും അതിലല്പം നാരങ്ങാനീരും കൂടി ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നതും തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തടി കുറയ്ക്കാൻ പറ്റിയ വേറെ ഒന്നാണ് വേങ്ങാമരത്തിൻ്റെ കാതൽ. അത് നമുക്ക് അങ്ങാടിക്കടകളിൽ കിട്ടുന്നതാണ്. വേങ്ങാമരത്തിൻ്റെ കാതൽ കഷായം വെച്ച് കുടിക്കുന്നതും തൊട്ടാവാടി സമൂലം കഷായം കുടിക്കുന്നതും ഏറെ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ വൈദ്യന്മാരും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ കഷായങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി നൽകുന്നതായിരിക്കും. അതുപോലെ കടുക്ക പൊടിച്ചത് 1 നുള്ളു വീതം 3 നേരം ഭക്ഷണശേഷം കഴിക്കാം. ഇത് അമിതവണ്ണവും ദുർമേധസ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കൊഴുപ്പ് കളയുവാനും വളരെ ഉപകരിക്കും. ശരീരത്തിലെ അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ ഇനി തിപ്പലിയൊക്കെ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ്. 6 തിപ്പലി വീതം 1 ഗ്ലാസ് വെള്ളത്തിൽ അലിച്ച് രാവിലെ ഈ വെള്ളം കുടിക്കാം. ഇത് വെറും വയറ്റിൽ അരച്ച് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കരിങ്ങാലി ഏറെ നല്ലതാണ്. കരിങ്ങാലിയുടെ കാതൽ നെല്ലിക്കയും ചേർത്ത് കഷായം വെച്ച് കഴിക്കുന്നത് അമിതവണ്ണം ഒഴിവാക്കാൻ സഹായിക്കും. നെല്ലിക്കയും തടി കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. നെല്ലിക്ക അരച്ച ജ്യൂസ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് വണ്ണം കുറയ്ക്കുന്നതിനോടൊപ്പം നമുക്ക് ശരീരത്തിന് കുറച്ച് തിളക്കം നൽകുവാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കുറഞ്ഞാലും ആ ഒരു ഭംഗി കുറയാതെ നിൽക്കാൻ നമ്മളെ സഹായിക്കും. അപ്പം അതുപോലെ ദിവസവും കറിവേപ്പില കഷായം കുടിക്കുന്നതും അമിതവണ്ണം കുറയ്ക്കാൻ ഏറെ നല്ലതാണ്.
പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് ഒരു പരിഹാരവും കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയും വളരെ നല്ലതാണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതെടുത്ത് നമ്മൾ ഭക്ഷണത്തിൽ കഴിവതും കറിവേപ്പില കടുക് താളിച്ചും അല്ലെങ്കിൽ കറികളിൽ അങ്ങനെ ചേർക്കുന്നതിന് പകരം നമ്മൾ തേങ്ങ അരച്ച കറികളിലാണെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ കൂട്ടത്തിൽ കറിവേപ്പില അരയ്ക്കുക. അതല്ല നമ്മൾ പൊടികൾ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കറിവേപ്പില ഒന്ന് ചൂടാക്കി അത് ഡ്രൈ ആകുമല്ലോ, ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടാണെങ്കിലും കറിവേപ്പില ഒന്ന് പൊടിച്ച് അത് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കറികളിൽ കറിവേപ്പില പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. അത് അങ്ങനെ ചെയ്യും, ആ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലും. അതുപോലെ മഞ്ഞൾ, ചില പ്രത്യേക ഔഷധ സസ്യങ്ങൾ തടി കുറയ്ക്കാൻ ആയുർവേദം പറയുന്നുണ്ട്. മുത്തങ്ങ, കൊട്ടം, മഞ്ഞൾ, മരമഞ്ഞൾ, വയമ്പ്, കടുക് രോഹിണി, അതിവിടയം, കൊടിവേലി, ആവിൽ, കടുക്ക, ഉലുവ, ആശാളി എന്നിവയെല്ലാം ഇതിൽ പെടുന്നതാണ്. ദുർമേധസ് കുറച്ച് ശരീരം ആരോഗ്യം നൽകുകയും നല്ല ഫിറ്റായിട്ടുള്ള ശരീരം നൽകുവാനും ഇവയൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ സുലഭം കിട്ടുന്ന ഒന്നാണ് കുടംപുളിയും വാളൻപുളിയും. ഇപ്പം കുടൻപുളിയും വാളൻപുളിയും വിശപ്പ് കുറച്ച് തടി കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇവ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്, ദഹനത്തിനും വളരെ ഏറെ സഹായിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ആഹാരം ദഹിച്ചു പോകുവാൻ ഏറ്റവും സഹായിക്കുന്നു കുടംപുളിയും വാളൻപുളിയും. പിന്നെ കപ്പലണ്ടി, 1 അരയോ കപ്പ് കപ്പലണ്ടി അഥവാ നിലക്കടല കഴിക്കുന്നത് തടി കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇതും ആയുർവേദം പറയുന്നു. പക്ഷേ കഴിക്കുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് വിശപ്പ്, ഇടയ്ക്കുണ്ടാകുന്ന വിശപ്പിൽ 1-2 കുറച്ച് ഒരു 6-7 നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പറയുന്നത് ഒഴിവാക്കുക, പഞ്ചസാര, കഴിവതും പഞ്ചസാര ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് തടി കുറയ്ക്കാൻ മാത്രമല്ല, നമ്മൾ ഈ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ തടി മാത്രമല്ല ക്യാൻസർ വരെ ഉള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാത്രിയിൽ ധാന്യങ്ങൾ നമ്മൾ കൊണ്ടുള്ള ഭക്ഷണം കഴിവതും ഉപേക്ഷിക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിൽ പോലും അത് ഒരു ലിമിറ്റിന് 1-2 ദോശ കഴിക്കുക. ധാന്യം കൊണ്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക. പകരം നമ്മൾ വേവിക്കാതെ പച്ചക്കറി സലാഡ്, ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ്, അങ്ങനെ ഏതെങ്കിലും വേവിക്കാത്ത ഭക്ഷണങ്ങൾ, വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തടി കുറയ്ക്കുവാനായിട്ട് ഞാൻ ഇന്ന് ഈ പറഞ്ഞ വീഡിയോ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എൻ്റെ തടിയെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ വണ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വണ്ണം ഒരിക്കലും എൻ്റെ ശരീരത്തിന് ദോഷമായിട്ട് വന്നിട്ടില്ല. എനിക്ക് എൻ്റെ വെയിറ്റ്, എൻ്റെ ഹൈറ്റിന് ചേർന്നിട്ടുള്ള വെയിറ്റും ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്കിനി ഈ ഒരു വെയിറ്റിൽ നിന്ന് ഞാൻ ലോയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് എൻ്റെ ഭംഗിക്ക് തന്നെ ചെറിയ ആ ഒരു രീതിയിൽ പ്രോബ്ലം വരുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നെ എനിക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉള്ളതുകൊണ്ട്, തൈറോയിഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അമിതമായിട്ട് ഞാൻ ഡയറ്റ് ചെയ്താൽ പോലും എനിക്ക് വെയിറ്റ് കുറയാത്തൊരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡയറ്റിലോട്ട് പോകാതെ ഉള്ള വെയിറ്റിനെ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക, ഇതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. എത്ര തിരക്കിട്ട് ഓടുന്ന ജീവിതമാണെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടി ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ബൈ.